പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അല്പം മുൻപ് നടന്ന പ്രതിഷേധ മാർച്ചിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഉന്തും തള്ളുമുണ്ടായി. ചെറിയ രീതിയിൽ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. പിന്നീട് അത് വീണ്ടും ഒരു സമാധാനത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും. ശ്യാം, അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ജനങ്ങൾ ചോദിക്കുന്ന, അടിസ്ഥാനമായിട്ട് അവർ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകുന്നുണ്ടോ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക്? തീർച്ചയായിട്ടും അതിന് അവർക്ക് കഴിയുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിലവിൽ ഇപ്പോൾ ഇവർ പഴി പറയുന്നത് ഇറിഗേഷൻ വകുപ്പിനെയാണ്. അതായത് ഈ ബണ്ട് തുറന്നത് മുന്നറിയിപ്പ്, അതായത് ഇവർക്ക് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് ഈ പാതാളം റെഗുലേറ്ററും ബ്രിഡ്ജിന്റെ 3 ഷട്ടറുകൾ തുറന്നത് എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദി ഇറിഗേഷൻ വകുപ്പ് എന്നതാണ് നിലവിൽ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ സജീഷ് ജോയി ഇപ്പോൾ അല്പം മുമ്പ് ഈ ഏലൂർ കൗൺസിലർമാരോട് ധരിപ്പിച്ചത്. തുടർന്ന് DCC പ്രസിഡന്റ് ഷിയാസ് കൂടി എത്തുകൂടി ഇപ്പോൾ നിലവിൽ ഈ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ ഉപരോധിക്കുകയാണ്. ചീഫ് എഞ്ചിനീയർ എത്താതെ ഇവിടെ നിന്ന് ഈ പ്രതിഷേധം മായി പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് നിലവിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഒരു കാര്യവും ഇവർ വ്യക്തമാക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് പറഞ്ഞിരുന്നത്. കാരണം നേരത്തെ ഇത് മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മത്സ്യക്കുരുതി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പരാതി നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ ഒരു 20ഓളം കമ്പനികൾക്കെതിരെ ഈ ഒരു പരാതി നൽകിയിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിൽ. അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. നിലവിൽ ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ രാസമാലിന്യം ഒഴുക്കി വിട്ട സമയത്ത് ഇവർ പരിശോധന നടത്തുമ്പോൾ ഒരു കമ്പനി മാത്രമാണ് ഇത്തരത്തിൽ ഈ അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ രാസമാലിന്യം ഈ മാലിന്യം, അതായത് മലിനജലം ഈ പുഴയിലേക്ക് ഒഴുക്കിയതെന്നാണ് ഇവർ പറയുന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ നിർത്തിക്കുകയും ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പെരിയാറിലൂടെ 5 CMRL ഉൾപ്പെടുന്ന 5 കമ്പനികൾക്കാണ് ഇത് ഒഴുക്കുവാൻ വേണ്ടി, ഈ ജലം ഒഴുക്കുവാൻ വേണ്ടി, നിയന്ത്രിതമായിട്ട് ജലം ഒഴുക്കുവാൻ വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി നൽകിയിട്ടുള്ളത്. പക്ഷേ മറ്റ് കമ്പനികൾക്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഇവർക്ക് വ്യക്തതയുമില്ല. അങ്ങനെ ഒരു ഇരുട്ടിൽ തപ്പിയ ഒരു മറുപടിയാണ് ഇവിടെ നിന്നും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിഭാഗത്തിൽ നിന്നും ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ചീഫ് എഞ്ചിനീയർ വരാതെ വന്ന കൃത്യമായ കാര്യം ധരിപ്പിക്കാതെ ഇവർ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ എഞ്ചിനീയറെ നിലവിൽ ഈ DCC പ്രസിഡന്റിന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. അല്ല പ്രസിഡന്റ്, ഇന്നലെ ഇവരുടെ ഒരു ഉദ്യോഗസ്ഥൻ TV പറഞ്ഞു, എന്തോന്നറിയോ, പുതുമഴ പെയ്തപ്പോഴത്തേക്ക് മീനിന് ശ്വാസം കിട്ടാതെ മരിച്ചുപോയതാണ്. നമ്മൾ മരിക്കില്ല, അതാണ് വരാൻ പോകുന്ന റിപ്പോർട്ട്. നമുക്ക് നേരത്തെ അറിയാം. എന്തായാലും റിപ്പോർട്ട് കിട്ടിയിട്ട് വന്ന നടപടികൾക്ക് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. ഒരു ദിവസം പോലും ഇവിടെ കയറാൻ പറ്റില്ല, ഒരു ദിവസം പോലും. എത്ര ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് ഈ സംഭവം ഉണ്ടായിട്ട്? ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എത്ര പേരിവിടെ വന്ന്? ചീഫ് എഞ്ചിനീയർ വന്നാ ഇവരാ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കിയതല്ലാതെ പോയി നോക്കിയിട്ട് ഇത്തരം പ്രദേശങ്ങളിൽ ഇപ്പൊ ചേരാനല്ലൂര്, അതുപോലെ തന്നെ കടമക്കുടി, ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ഇപ്പൊ ഇതുമാ വരാപ്പുഴ, ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇപ്പൊ ഇവിടെ എല്ലാം ഈ സംഭവം കൊണ്ടുണ്ടായതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ.
നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് പരിശോധന നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി പരിശോധന നടത്തിയിട്ടുണ്ടോ? അല്ല ഇന്നലെ ഈ ഫാക്ടറി പരിശോധിച്ചെന്ന് പറഞ്ഞല്ലോ 10 രൂപ ഉണ്ടോ? അതിന്റെ സ്ഥിതി എന്താ? അല്ല അതിന്റെ സ്ഥിതി എന്താന്ന് ചോദിക്കണം. പരിശോധിച്ചിട്ട് എന്താ സംഭവിച്ചു? പരിശോധിക്കാൻ ഇവർ തീരുമാനിച്ചു. അതൊക്കെ നല്ല പ്യുവർ കുടിവെള്ളം ഇവരുടെ റിപ്പോർട്ട് പ്രകാരം അവിടെ നിന്ന് വരുന്ന വെള്ളമൊക്കെ കുടിവെള്ളമായിട്ടാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾ പോയിട്ടില്ലല്ലോ ഈ പറയുന്ന ഒരു സ്ഥലത്തും, ഈ കടമക്കുടിയിലോ വരാപ്പുഴയിലോ അതുപോലെ ചേരാനല്ലൂരോ ഇവിടെ ഒരു സ്ഥലത്തും പോയിട്ടില്ലല്ലോ. എന്താ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം? ഇവിടെ എത്ര ജീവനക്കാരുണ്ട് ഇവിടെ ഈ ഓഫീസിൽ? എത്ര പേരുണ്ട് ഇവിടെ? 20ഓളം പേരുണ്ട്. 20. എന്താ ഇവരുടെ ഡ്യൂട്ടി? എന്താ 20 പേരുടെ? ഇത്തരം സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ഒരു സ്ഥലത്തും പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ മുടക്കിയ ആളുകൾ ഈ മത്സ്യസമ്പത്ത് അവര് ഉപജീവനമാർഗമാണ് ഈ മത്സ്യകൃഷി എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടിട്ട് അവിടെ പോയി ഒരു സാമ്പിൾ എടുത്ത് ഒരു അന്വേഷണം നടത്താൻ പോലും ഇതുവരെ നിങ്ങൾ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്തിനാണ് നിങ്ങൾ എടുത്തിട്ടുണ്ട്? എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? ഏലൂർ വരിയല്ലോ ഈ പറയുന്ന പ്രദേശങ്ങളിൽ എല്ലാ പ്രദേശത്തും എടുക്കണ്ടേ? എന്നാലല്ലേ സർക്കാരിന് ഇതുകൊണ്ടാണ് അവരുടെ മത്സ്യസമ്പത്ത് നശിച്ചുപോയെന്ന് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത്? വെള്ളമെല്ലാം ഒഴുകിപ്പോയതിനു ശേഷമാണോ നിങ്ങൾ എടുക്കുന്നത്? ഈ രാസമാലിന്യം എല്ലാം ഒഴുകിപ്പോയതിനു ശേഷം ഈ പാവങ്ങൾ ആരുടെ അടുത്താ പറയേണ്ടത്? ഈ പാവങ്ങൾ ആരോടാ പറയേണ്ടത്?